ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. SPYSS ഓൺലൈൻ മലയാളം നടത്തിവരുന്ന രാമായണ പാരായണം ഇന്ന് 15ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ സന്ധ്യാവേളയെ ഭക്തിസാന്ദ്രമാക്കുന്നതിനായി ഇവിടെ പാരായണത്തിനായും ശ്രോതാക്കളായും വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ യോഗബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നത് രുക്മിണിയക്ക, വസുമതിയക്ക, പുഷ്പലതക്ക, ഹേമലതയക്ക, തങ്കമണിയക്ക എന്നിവരാണ്. സാരാംശം പറയുന്നത് നമ്മുടെ പ്രീജിതാക്കയാണ്. ബാക്കപ്പിൽ രാമാക്കയും ഗിരിജാരാജേന്ദ്രനക്കയും ഉണ്ട്. സാങ്കേതിക സഹായത്തിനായി സുനൈനക്കയും നമ്മോടൊപ്പമുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പാരായണത്തിലേക്ക് കടക്കാം. ഇന്ന് പാരായണം തുടങ്ങുന്നത് സുഗ്രീവ സഖ്യത്തിലെ അവസാന ഭാഗം മുതൽ ലക്ഷ്മണന്റെ പുറപ്പാടിലെ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞു ഞാൻ ഏകനായി ചെന്ന് നമസ്കരിച്ചിടിനാൻ വരെയാണ്. ഇന്നത്തെ പാരായണത്തിലേക്ക് കടക്കുന്നതിനായി നമ്മുടെ രുക്മിണിയക്കയെ ഭക്തിപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരിയോമക്ക. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. രാമനായോരു പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഘം ഭയത്തോടോടി വേഗേന ബുക്കിതു കിഷ്കിന്ധയായ പുരാജിരെ. ചൊല്ലിനാർതാരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ. ശ്രീരാമസായകമേറ്റുരണാജിരെ. താരെ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു കോപിച്ചുകൊള്ളുക കിഷ്കിന്ധ മഹാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ട ഒരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദവാച പറഞ്ഞു പലതരം. എന്തിനെനിക്ക് ഇനി പുത്രനും രാജ്യവും, എന്തിനു ഭൂതലവാസവും മേ വൃഥ. ഭർത്താവ് തന്നോട് കൂടമടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. യുദ്ധം കരഞ്ഞു കരഞ്ഞവൾ ചെന്നുതൻ രക്തപാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളെ വരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണത് ചെന്നു പാദാന്തികേ താരയും. കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമീ തന്നെയും കൊന്നേടു നീ. മമ പ്രാണനാഥന്യു പിരിഞ്ഞാലടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ. കന്യകാദാനഫലം നിനക്ക് വരും. ആര്യനാം നിന്നാലനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തുരുമയുമായി വാഴുക നീ സുഗ്രീവ ഭോഗങ്ങളോടും ചിരം. യുദ്ധം പറഞ്ഞു കരയുന്ന താരയോട് ഉത്തരമായ അരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. താരോപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ. ബന്ധമില്ലേതുമിതിന്നു മനോഹരെ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്തി കൊണ്ടെടോ. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലുണ്ടാകായകതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീപഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ.
സർവജൻ ജീവനേകൻ പരൻ അദ്വയൻ അവ്യയൻ ആകാശതുല്യൻ അലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യനായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിതേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെയെന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ. സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധേതുന താനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാം അപാർത്ഥകമായതും. സംസാരമോ രാഗ രോഷാദിസങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മാ മനസ്സമാനത്വം ഭവിക്കയാൽ ആത്മന തൽസ്കൃത ബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജനാചിത്തെ വിചാരിച്ചു കാണുക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ. സ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതും ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ടാ തതസ്തഥാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവചേന ജീവൻ ബലാലെങ്ങും ആ ഭൂതപ്രവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലെ ജീവനെന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ചു. തിഷ്ടത്യഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായതേ ഭൂയോ ഘടീയന്ത്രവത്സദാ മായാബലത്താൽ അതാർക്കൊഴിക്കാമിടോ. യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു. മദ്ഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മതി മദ്വിഷയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേമ ശുദ്ധസ്വരൂപ വിജ്ഞാനമുഞ്ചായതേ. സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് ആഹന്ത വേറൊന്നു നൂനം ആത്മാവിത്. സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാം അപ്പോഴേ സത്യമയോദിതം സത്യമയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നത് ഇങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തമോർത്ത് വിശുദ്ധനായി മായാവിമോഹം കളകമനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്ക് കാട്ടിത്തന്നു. താപമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞത് കേവലം. ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തനായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു. മുക്തയായാളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിതു. സുഗ്രീവനുമവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ട് വിജ്ഞാനമോട് അതിസ്വസ്ഥനായാൻ തുലോം. സുഗ്രീവ രാജ്യാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ട് സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചെയ്യുക നീ. രാമാജ്ഞയാ തെളിഞ്ഞാച്ചു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ളൊരു താരയും പുത്രനും
ബ്രാഹ്മണരും അമാത്യ പ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്ത മാർഗേന കർമ്മം കഴിച്ചത സ്നാത്വാ ജഗാമ രഘുത്തമ സന്നിധോ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർബുധ പറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്ത് രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പൂജനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളൊരടിയൻ ഇനി തവശാസനിയും പരിപാലിച്ചു സന്തതം ദേവദേവേശ തേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുവരൻ നീ തന്നെ ഞാനിതിനില്ലൊരു സംശയം പ്രീതയായി പോയാലും ആശുമമാജ്ഞയാ രാജാധിപത്യം നിനക്കു തന്നെ ഇനി പൂജനായി ചെന്നു അഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പോവുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്ര ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവന രാജാർത്ഥം അഭിഷേജയ പ്രഭോ സർവമധീനം നിനക്ക് രാജ്യം സഖേ ബാല്യെ പോലെ പരിപാലനം ചെയ്ത് ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരെ വസിക്കുന്നതുണ്ട് ഞാൻ അദ്യ പ്രഭൃതി ചതുർമാസമാകുലാൽ പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്നങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്ന് എന്നോട് ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈസമം. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈസമം. രാഘവൻ തന്നോടനുജ്ഞയും കൈകൊണ്ടു വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരീപുക്കഭിഷേകവും ചെയ്തു. വന്നിതു രാമാന്തികെ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാക്കിയേ ഗിരൗ. സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നതാമൂർധാശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹരം കാണായി. സ്വാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം. പാദാവരിഷാഹിമാധഭാവാരണം പാദഭാവൃന്ദാഫല മൂലസഞ്ചിതം തത്രൈവ വാസായ രോചയാമാസ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷി മൃഗാതിരൂപം ധരിച്ചന്നഹം പക്ഷീധജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധി വിരതനായി ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളീടിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്കു മോക്ഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദം ഉപദേശിച്ചരുളണം. ലോകേകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയോമുണ്ടല്ലോ. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. ക്രിയാമാർഗോപദേശം കേൾക്ക നീയെങ്കിൽ മത്പൂജാവിധാനത്തിനോർക്കയിലവസാനമില്ലെന്നറിയുക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിന്നിലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ. തന്നെ ഗൃഹ്യോക്തമാർഗേണ മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാരപൂർവം ആരാധിക്കമാമെടോ. ഹൃത്കമലത്തിങ്കലാകിലുമാം പുനരഗ്നിഭവാങ്കലു ആകിലുമാമെടോ. മുഖ്യ പ്രതിമാദികളിൽ എന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമാമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ വൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ. മൂലാമറിഞ്ഞു സന്ധ്യവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി.
സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കൂമറിക നീ. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗ യജിത്യാഹവിസ് കൊണ്ടാതരാൽ അർക്കനെ സണ്ടിലത്തിങ്കലെന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷഭോജാദികൾ എന്തോ പിന്നെ പറയണമോ ഞാനടോ. വസ്ത്രാചിന കുശാദ്യങ്ങളാലാസനം ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുതാലി വിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വെച്ച് ദക്ഷിണാഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തിയൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുപർത്ഥാർത്ഥമാചനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം. വേർത്തും മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാഞ്ജീവ സംജ്ഞാന്തടിദ്ധുജലാം ഹൃത്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറക്കേണമിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവും അർഘ്യം തഥാ മധുപർക്കമിതീ പുനഃസ്നാന വസ്ത്രാവിഭൂഷണേ. എത്രയുണ്ടുള്ളത് ഉപചാരമെന്നാലത് അത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗ്രമോക്ത പ്രകാരേണ നീരാജനേർ ധൂപദീപേർ നിവൈദ്യർ ബഹുവിസ്തരേ. ശ്രദ്ധയാ നിത്യമായ ആർജിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കൂമറിക നീ. ഹോമാമഗസ്ത്യോക്തമാർഹന കുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ. ഭക്യാ പുരുഷ സൂക്തം കൊണ്ടു മാമടോ ചിത്തധാരിങ്കൽ നിനയ്ക്കാ കുമാര നീ. ഔപാസനഗ്നൗ ചരണാഹവിഷാദ ശോഭാദിനാ ജൈക ഹോമം മഹാമദേ. സപ്തജാംബൂനദ പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം. മാമേവ വന്യ മധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷാദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ മന്ത്രാവിൽ. ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി പത്രവാസം നാഗവല്ലീതലാദിയും. ദത്വാമതഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്തു. പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസീ മാമുറപ്പിച്ചു വിനീതനായി. മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിതായാനന്ദപൂർവകം. രക്ഷമാങ്കര സംസാരാതിഥി മുഹു രുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്ദേശിപ്പിച്ചുടൻ പ്രത്യുമഹസിംഗൽ ഇത്തന്തിന മനോപൂജിക്ക മത്സകേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ. ദേഹനാശേ മമ സാരൂപ്യവും വരൂ ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ. നിത്യപൂജാബലമുണ്ടവാനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനാ ലക്ഷ്മണൻ തന്നോട് അശേഷാമിതാമരുൾ ചെയ്തോരനന്തരം. മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഭാജനാകാത്മജേ സീതേ മനോഹരേ ഭാജനാ മോഹിനി നാദേ മമ പ്രിയേ. ഏവമാദിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനോ വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം. ഇങ്ങനെ വാഴുന്ന കാലാമൊരു ദിന അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങിന്നേകാന്തമാം വണ്ണം. കേൾക്ക കവീന്ദ്ര നിനക്കൂഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നതു സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവൃതൻ പുരുഷോത്തമൻ.
പിന്നെ നീയോ നിരൂപിച്ചിലേ ദൈവമേ എന്നുടെ മാനസേ തോന്നുന്നിതെന്നഹോ. മാലി മഹാബലവാൻ കവി പുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു. രാജാഭിഷേകവും ചെയ്തു മഹാജനാപൂജനായി താരയുമായിരുന്നിടു നീ. എത്ര നാണ്ടിരിപ്പിങ്ങിനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശോവാപര ശോതാവാതവ മൃത്യുഭവിക്കുമതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോട് പൂർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചില്ലേതുമേ. വാനരാഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതിമറന്നന്നുഹം. രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നെ വാക്കു കേട്ടഞ്ജസാഭീതനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ. സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലു മമാത്യനുണ്ടെങ്കിലോ പ്രതീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരാമെന്നുടെ അഗ്നയോടും ഭവാൻ പത്തുതിക്കിങ്കിലേക്കുമയച്ചീടനം. സപ്തദീപസ്ഥിതന്മാരായ വാനര സത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം. നേരെ 10,000 കവിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ. വദ്യനാവാനതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു അഞ്ഞുള മന്ദിരം പുക്കിരുന്നീടിനാൻ. 10 നിയോഗം പുരസ്കൃത്യ മാരുത പുത്രനും വാനരാ സത്തമന്മാരെയും 10 ദിക്കിനും അയച്ചാൻ അഭിമതദത്തപൂർവം. കവീന്ദ്രന്മാരും അന്നേരം വായുവേഗ പ്രചാരേണ കപികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദി തൃപ്തവാത്മന മായാമാനുഷ്യ കാര്യാർത്ഥമതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു പാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ. പാപമയ്യോ മമ കാൺക കുമാരാ നീ ജാനകി ദേവി മരിച്ചിതോ കുത്രചിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചേതും അറിഞ്ഞതുമില്ലല്ലോ കശ്ചിൽ പുരുഷൻ എന്നോടു സംപ്രീതനായി. ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയും ഇഷ്ടനവൻ മമ. എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവാൻ നിർണയം. ജാനകീ ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതുമതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെ പോലെയായിതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം. നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടു കൂടി ദിവാനിശം. മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ.
വന്നു ശരത്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാദിവാസവും ഇന്നേടമെന്നായറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്ത രാഘവനോടതി ക്രുദ്ധനായോരു സൗമിത്രി ചൊല്ലിയിടിനാൻ. വധ്യനായോരു സുഗ്രീവനെ സത്വരം ഹത്വാവിടകൊൾവൻ അദ്യതവാന്തികം. ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായോരു സുമിത്രാതനയനും. ആദായ ചാപതൂണീരഗഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്യതം സോദരം. കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തിയിടുകന്നേ വരൂ. ബാലിയെ പോലെ നിനക്കും വിരവോട് കാലപുരത്തിനു പോകാമറിക നീ. ഇത്തമവനോടു ചെന്നാലതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാം ആകൂതമോർത്തു കർത്തവ്യമനന്തരം. ലക്ഷ്മണന്റെ കിഷ്കിന്ധ യാത്ര. അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ. നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മയ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയഥാ. രാമനായി മാനുഷ വ്യാപാരജാതയാം രാമായണാഭിതാമാനന്ദദായിനി സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപൂരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയേ തത്തൽ ക്രിയാകാലദേശോചിതം നിജചിത്തേ പരിഗ്രഹിച്ചിടിനാൻ ഈശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തനദ്വയൻ കാമാദികളാൽ വിലിപ്തനവ്യയൻ വ്യോമവദ്യാപ്തനനന്ദനാമയൻ. ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രൂകിലൂകില ശബ്ദം പരവശാൽ. വിപ്രോ പരിപാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും. പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുഗ്ധനായ സൗമിത്രി
വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു ഭല്ലൂക വൃന്ദവും വല്ലാതെയായിതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞത തൽക്ഷണം അങ്കദനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ കാട്ടിക്കളഞ്ഞതാ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താൻ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം. ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം ഏതദ്ധ്യാത്മരാമായണം. കായേന വാചാ മനസ്സേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഇവിടെ ബാലിയുടെ വധം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ മർക്കട ശ്രേഷ്ഠന്മാർ മർക്കട പ്രജകൾ പേടിച്ചോടി താരയോട് പോയിട്ട് കാര്യം പറയുകയാണ്. രാമസായകമേറ്റ് ബാലി സ്വർഗപുരിയിലേക്ക് എത്തിയിരിക്കുന്നു. ദേവി ഗോപുരവാതിലൊക്കെ ബന്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ രാജ്യത്തെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെ, രാജാവാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പേടിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ താര വളരെയധികം ദുഃഖിതയായി. എന്നിട്ട് പറയുകയാണ്, എന്തിനാ എനിക്ക് രാജ്യവും പുത്രനും, എനിക്ക് ആരും വേണ്ട, എന്റെ പ്രാണേശ്വരനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അല്ലേ, ഞാനും പോകുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ. ഞാനും മൃത്യുലോകത്തിലേക്ക് ഇനി പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ ബാലി രക്തത്തിൽ കിടത്തിരിക്കുന്ന ആ ബാലിയുടെ അടുത്തേക്ക് താര ഓടിപ്പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ബാലിയെ കൊന്ന ശ്രീരാമനോട് പറയുകയാണ്, ബാലിയെ കൊന്ന ആ അമ്പുകൊണ്ട് എന്റെ നെഞ്ചത്തേക്കും തൊടുത്തുവിടൂ. ഞാനും പോകുന്നു. എന്റെ പ്രാണേശനെ പിരിഞ്ഞുള്ള ഒരു ജീവിതം എനിക്കിനി ആവശ്യമില്ല. അല്ലയോ രഘുത്തമ, അങ്ങ് ശ്രേഷ്ഠനാണല്ലോ. അല്ലെ, അങ്ങും ഭാര്യയുടെ വിയോഗത്താൽ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ വേദന മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. സുഗ്രീവനോട് പറയുകയാണ്, ഈ തടസ്സമെല്ലാം ഇപ്പോൾ നീക്കി. നിനക്ക് രാജ്യവും കിട്ടി, ഭാര്യയെയും കിട്ടി. അല്ലെ, ബാലിയെ കൊന്ന ശേഷം നീ ഇപ്പൊ രാജാവായി. അല്ലെ, ബാലിയെ അതിനു വേണ്ടിയിട്ടാണ് നീ ബാലിയെ കൊന്നത്. അല്ലെ, ഇതൊക്കെ കേട്ട് ശ്രീരാമചന്ദ്രൻ സൗമ്യനായി ശാന്തനായി അപ്പുറം നിൽക്കുകയാണ്. മെല്ലെ താരയുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് താരയോട് പറയുകയാണ്, ഒരു വലിയൊരു തത്വോപദേശമാണ് രാമൻ ഇവിടെ കൊടുക്കുന്നത്. അല്ലെ, അങ്ങനെ ആർക്കും കിട്ടുന്ന ഒരു ഉപദേശമല്ലാതെ ഭഗവാൻ നേരിട്ട് അങ്ങനെ കിട്ടുന്നെങ്കിൽ ആ സ്ത്രീ വളരെ ശ്രേഷ്ഠയായിരിക്കണം. ഇവിടെ താര വളരെയധികം ശ്രേഷ്ഠയാണ്, ശ്രീരത്നമാണ് താര. അതുകൊണ്ടാണ് ഭഗവാൻ നേരിട്ട് തന്നെ ആ ഉപദേശം താരയ്ക്ക് കൊടുക്കുന്നത്. ആ തത്വജ്ഞാന ഉപദേശത്തോടെ ഭർത്തൃവിയോഗ ദുഃഖം താരയ്ക്ക് മാറുകയാണ്. അല്ലെ, എന്നിട്ട് പറയുകയാണ്, എന്തിനു ശോകം വൃഥ? ശോകം എന്നാൽ ദുഃഖം. എന്തിനാണ് ദേവി നിങ്ങൾ ദുഃഖിക്കുന്നത്? അല്ലെ, ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നത് കാമവും ക്രോധവും ലോഭവുമാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന വേറെ എന്നാണ് ശോകം, ദുഃഖം. അല്ലെ, ശോകം കളയൂ ദേവി എന്നാണ് പറയുന്നത്. അല്ലെ, നീ പറഞ്ഞല്ലോ എന്റെ ഭർത്താവിന്റെ കൂടെ നീയും മരിക്കുന്നു എന്ന്. എന്റെ ഭർത്താവ് ദേഹമോ ജഡമോ എന്താണത് എന്നാണ് നീ മനസ്സിലാക്കിയതെന്നാണ് ചോദിക്കുന്നത്. എന്റെ ഭർത്താവ് ദേഹമായിരുന്നു. അല്ലെ, ദേഹമാണെങ്കിൽ അത് അങ്ങനെയാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ അത് ജഡവുമാണ്. അല്ലെ, ആ ജഡത്തെയാണ് നീ സ്നേഹിച്ചത്. അത് പഞ്ചഭൂതാത്മകമാണ്. അല്ലെ, കാഷ്ടതുല്യമാണ്. അതിന് സ്വയം, ആ ദേഹത്തിന് സ്വയം ഒന്നും തന്നെ, അതുകൊണ്ടാണ് ഇവിടെ കാഷ്ടതുല്യം എന്ന് പറഞ്ഞത്. അല്ലെ, ആ ദേഹത്തിന് സ്വയം ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല ഒരു ദേഹത്തിനും. അതിന് ജീവൻ വരുമ്പോഴാണ് ജീവത്വമാകുന്നത്, ചൈതന്യമാകുന്നത്. ആ ജീവനെയാണ് നീ നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിക്കുന്നതെങ്കിൽ ആ ജീവന് മരണവുമില്ല, ജനനവുമില്ല, അതിന് അന്തവുമില്ല, ആദ്യവുമില്ല. അത് സ്ത്രീയല്ല, പുരുഷനല്ല, നപുംസകമല്ല, ചൂടില്ല, തണുപ്പില്ല, ഒന്നുമില്ല. അത് ഇവിടെ തന്നെയുണ്ട്, അതെങ്ങും പോയിട്ടില്ല. അപ്പോൾ അല്ലെ, ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു അരണ്ട വെളിച്ചത്തില് ഒരു കയറ് കണ്ടു കഴിഞ്ഞാൽ അത് പാമ്പാണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കും. അല്ലെ, എത്ര വരെ? ശരിയായ വെളിച്ചം വരുന്നത് വരെ.
അതുപോലെ നമ്മൾ രാത്രി ദുസ്വപ്നം കൊണ്ട് പേടിക്കുകയാണെങ്കിൽ ആ സ്വപ്നത്തിന് പേടി എപ്പോഴാണ് നമ്മൾ മാറുന്നത് അല്ലെ? യഥാർത്ഥത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഉണരുമ്പോൾ അല്ലെ? ഉണരുമ്പോഴാണ് അത് സ്വപ്നമെന്ന് അറിയുമ്പോഴാണ് നമ്മൾക്ക് ആ ദുഃഖം മാറുന്നത്. അപ്പോൾ വെറുതെ എന്തിനാണ് ഇങ്ങനെ ദുഃഖം നിങ്ങൾ പറഞ്ഞത്? ആ ദുഃഖം എന്നൊക്കെ, സുഖവും ദുഃഖങ്ങളൊക്കെ ഇത് മായയാണ് എന്നാണ് പറയുന്നത്. ഈ സംസാരത്തിൽ പലതരം അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാകാറുണ്ട് അല്ലെ? ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, കുടുംബത്തോടുള്ള ഒരു വലിയ അറ്റാച്ച്മെന്റ്, അതൊക്കെ ആ മനസ്സിന്റെ തലങ്ങളിൽ മാത്രമാണ് നമുക്കുള്ളതല്ലേ. അപ്പോൾ നമ്മൾ മക്കൾ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ അവരെ കാണണം, മരുമോളെ കാണണം, പേരക്കുട്ടികളെ കാണണം എന്ന് പറയും. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ പുഴയും മഴയും കാവും അമ്പലങ്ങളും പിന്നെ അയൽപക്കവും പരദൂഷണവും ഒക്കെ നമ്മളെ ഓർമ്മയിലെ നൊമ്പരങ്ങളായി മാറാം അല്ലെ? അപ്പോൾ വീണ്ടും ആഗ്രഹിക്കും ഇങ്ങോട്ട് വരണമെന്ന്. ഇവിടെ വരുമ്പോൾ അവിടെ പോകണം, അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വരണം അല്ലെ? ആ ബന്ധങ്ങളിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലെ? ഇപ്പോഴത്തെ ജീവിതാനുഭവം ഭഗവാൻ പറയുകയാണ്, ഇപ്പോഴത്തെ ആ ജീവിതാനുഭവം അതൊക്കെ ഒരു ഈശ്വര നിശ്ചയമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുക. ഭൂതകാലത്ത് നിന്നും ഭാവി കാലത്ത് നിന്നും മനസ്സിനെ വർത്തമാന കാലത്തിലേക്ക് കൊണ്ടുവരിക അല്ലെ? നമ്മളൊക്കെ ഇരിക്കുന്ന വർത്തമാന കാലത്തിലാണ്. ആ ഭൂതകാലത്തിലെ ചിന്തകളും അതിന് ഭാവിയിൽ എന്ത് സംഭവിക്കും, ഇവിടെ സങ്കടങ്ങൾ വരുമോ, എന്താണ് സംഭവിക്കുന്നുള്ള ആ ചിന്തകളൊക്കെയാണ് നമ്മുടെ വർത്തമാനത്തെ കാലത്ത് നമ്മൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലെ? നമ്മുടെ വർത്തമാന കാലത്ത് നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. ഭൂതകാലത്തിന്റെ ചിന്തകളിലേക്ക് പോകാം, ആ നല്ല ചിന്തകളിലേക്ക് പോവുക. അതുപോലെ തന്നെ ഭാവിയെ പറ്റിയും നല്ലതായി ചിന്തിക്കുക. അങ്ങനെ ആ ഭൂതത്തിലെയും ഭാവിയിലെയും നല്ല ചിന്തകൾ മാത്രം വർത്തമാന കാലത്തിലേക്ക് നിലനിർത്തിയാൽ ആ വർത്തമാന കാലം എന്നും നമുക്ക് സന്തോഷപ്രദമാണ്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് വർത്തമാന കാലത്തെ ഇങ്ങനെ സന്തോഷപ്രദമായിരിക്കും. അപ്പൊ നമ്മുടെ ഭൂതവും സന്തോഷമാകും, ഭാവിയും സന്തോഷമാകും. ഒരു മനസ്സ് എന്ന് പറയുന്നത് ഒരു സ്ഫടികം പോലെയാണ് അല്ലെ? മനസ്സ് ഒരു സ്ഫടികത്തിന്റെ അടുത്ത് ഒരു ചുവന്ന ബസ് വെച്ച് കഴിഞ്ഞാൽ അത് ചുവന്നതായിട്ട് കാണും. അതിൽ പച്ച കളറുള്ളത് വെച്ചാൽ അത് പച്ചയായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ദുഃഖങ്ങളാണ് കൊണ്ട് നിറയ്ക്കുന്നതെങ്കിൽ ആ ജീവിതം മുഴുവൻ എപ്പോഴും ദുഃഖം തന്നെയായിരിക്കും. അതുപോലെ മനസ്സിലെപ്പോഴും സുഖങ്ങൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും സുഖകരമായിട്ട് പോകും. അതുകൊണ്ട് നീ ശോകം കളയുക. ഈ ശോകം പറയുന്നവർ അല്ലെ, എപ്പോഴും ദുഃഖം പറയുന്നവരെ നമ്മൾ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. നമുക്കത് ഇഷ്ടപ്പെടാറില്ല അല്ലെ, അവരോട് ഇടപഴകാനൊക്കെ. ഈ വയസ്സായവരെ, ഈ ചെറുപ്പക്കാർ അധികം ഇപ്പോൾ വെറുക്കുന്നതിന് കാരണം അത് തന്നെയാണ്. അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ ഈ ദുഃഖ കഥകളാണ് അധികം പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് നല്ല കഥകളോ, കൊച്ചു കഥകളോ, കടങ്കഥകളോ അല്ലെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾക്കത് ഇഷ്ടപ്പെടും. അവരോട് കൂടുതൽ ഇടപഴകാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ. ഈ ദുഃഖം പറയുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലേ. ആ ദുഃഖം ഈ ശോകം വരുമ്പോഴൊക്കെ നമ്മൾ പലതും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മളിൽ നിന്ന് പലതും നമ്മളെ അധികം ദൂരത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദുഃഖം എല്ലാത്തിനെയും നമുക്ക് നഷ്ടപ്പെടുത്തുന്നു. ശോകേന നാശതേ ബന്ധുത്വം, ശോകേന നാശതേ സർവസ്വം. നമുക്ക് ശോകം കൊണ്ട് സർവസ്വവും എല്ലാം നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ശ്രീരാമഭഗവാൻ പറയുകയാണ്, ദുഃഖിച്ചു കളയാതെ ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് വിടുക അല്ലെ. ഈ കഴിഞ്ഞ ജന്മത്തിലും നല്ലൊരു ഭക്തിയായിരുന്നു താര. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഉപദേശം ഭഗവാനിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ആ മരിച്ച ദുഃഖത്തിൽ നിന്ന് ഇരിക്കേണ്ടവളല്ല താര എന്നാണ് ഇവിടെ പറയുന്നത്. താരയോട് പറയുന്നത്, ഈ മലിന വസ്ത്രങ്ങളും ഉപേക്ഷിക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ആഭരണങ്ങൾ ധരിക്കുക, എന്നിട്ട് ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകുക. അത് തന്നെയായിരിക്കും ബാലിക്കും ഇഷ്ടമാകുന്നത് അല്ലെ. എന്റെ ഭർത്താവിനും അത് തന്നെയായിരിക്കും സന്തോഷം. നീ ദുഃഖിതയായിരിക്കുന്നതല്ല അദ്ദേഹം സന്തോഷിക്കുന്നത്, നീ എപ്പോഴും സുഖത്തിലിരിക്കുന്നതായിരിക്കും അദ്ദേഹം സന്തോഷിക്കുന്നത് എന്നാണ് പറയുന്നത്. ഉത്തരം കേട്ടപ്പോൾ താര തന്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീരാമനെ, തന്റെ ഭർത്താവിനെ കൊന്ന ഒരു പാപിയായിട്ടല്ല കാണുന്നത്, മറിച്ച് ഒരു ഗുരുവായിട്ടും ഒരു ദൈവമായിട്ടും ആ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് താര ചെയ്യുന്നത്. ഇവിടെയാണ് ശ്രീരാമചന്ദ്രന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ, പ്രസക്തമാകുന്നത്. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകളെ ഇന്ന് സമൂഹം നോക്കിക്കാണുന്നത് വേറൊരു രീതിയിലാണല്ലേ. അവർ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞാൽ, ആഭരണങ്ങൾ അണിഞ്ഞാൽ പൊതു സമൂഹത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നാൽ നമ്മളൊക്കെ അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് ദുഃഖമില്ല എന്നാണ് പറയുന്നത് അല്ലെ. അവർ ഒന്നും ദുഃഖിച്ചു കാണാനാണ് സമൂഹം ആഗ്രഹിക്കുന്നതെന്ന് തോന്നും അവരോട് വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ. അല്ല, അവരെ ആ ദുഃഖത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. എന്നാൽ അതാണ് അവരോട് ചെയ്യാൻ കഴിയുന്ന, സമൂഹത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും മനസ്സിലാക്കാത്തതിന്റെ കുറവാണ് അതല്ലേ. നമ്മുടെ പുരാണങ്ങളിലെ ഈ മഹാത്മാക്കളൊക്കെ, നമ്മുടെ പൂർവ്വരൊക്കെ ഈ വിധവകളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നവരാണ്. അതാണ് ഇവിടെ കാണുന്നത്.
സന്തോഷത്തോടെ ജീവിക്കാനാണ് പറയുന്നത് അല്ലെ. എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കും. ഇനി എന്ന് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഭാര്യയ്ക്കാണ് അല്ലെ. അപ്പോൾ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതലകൾ അവളെ പ്രാപ്തരാക്കണം. അപ്പോൾ എന്നും ദുഃഖത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കുടുംബം തകർന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും സന്തോഷവതിയായിട്ട് ആ ദുഃഖങ്ങൾ കളഞ്ഞിട്ടുകൊണ്ട് നീ ഉയർത്തെഴുന്നേൽക്കൂ എന്നാണ് രാമൻ പറയുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ പൂർവികർ ആരെയും വേദനിച്ചിട്ടല്ല എടുത്തത്, എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുകയും കഴിയുന്നത് അല്ലെ. അതുപോലെ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, അതായത് താര ഭർത്താവ് മരിച്ച ശേഷം, ഭാര്യ മരിച്ച ശേഷം താരയുടെ ആ ജീവിത കഥ വാൽമീകി രാമായണം നല്ല പോലെ വർണ്ണിക്കുന്നുണ്ട്. അരഞ്ഞാണങ്ങളും സ്വർണ്ണ പാദസരങ്ങളും നല്ല വസ്ത്രങ്ങളിട്ട് അത് കുലുക്കിക്കൊണ്ട് ആ അന്തപുരമാകെ നടന്നു എന്നാണ് പറയുന്നത് അല്ലെ. അവൾ വളരെയധികം സന്തോഷവതിയായിരുന്നു ശ്രീരാമന്റെ ഈ ഉപദേശത്തോടെ. നല്ലൊരു രാജ്ഞി, വാനരന്മാരുടെ രാജ്ഞിയായിട്ട് അവൾ അല്ലെ, വാനരന്മാരുടെ മാതാവായിട്ട് അവൾ അവരെ വളർന്നു എന്നാണ് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ താര അങ്കദന്റെ നല്ല അമ്മയായിട്ട്, സുഗ്രീവന്റെ നല്ല ജ്യേഷ്ഠത്തമ്മയായിട്ട്, വാനരസേനയുടെ മാതാവായിട്ട് അങ്ങനെ മാറിക്കഴിഞ്ഞു ശ്രീരാമന്റെ ആ ഉപദേശത്തോടു കൂടി. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ അങ്കദനെ സുഗ്രീവനെ ഏൽപ്പിക്കുകയാണ്, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ട് ബാലിയുടെ അന്ത്യകർമ്മങ്ങൾ എല്ലാ രാജകീയ പ്രൗഢിയോടും കൂടി സംസ്കരിക്കണമെന്ന് ലക്ഷ്മണനോടും പറഞ്ഞു, സുഗ്രീവനോടും പറഞ്ഞു. സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകൾ ചെയ്യാനും ലക്ഷ്മണനെയും നിയോഗിക്കപ്പെട്ടു. രാജ്യ അഭിഷേകത്തിന് ശേഷം ഇപ്പൊ സുഗ്രീവൻ കിഷ്കിന്ധയിലെ രാജാവായി താരയെ നല്ലൊരു ജ്യേഷ്ഠത്തമ്മയായിട്ട് അല്ലെ, രാജ്ഞിയെ പോലെ തന്നെ അവരെ സംരക്ഷിക്കാനുള്ള ചുമതലയും സുഗ്രീവൻ ഏറ്റെടുത്തു. രൂമയും കൂടെ തന്നെയുണ്ട്. അങ്കദനെ രാജാവാക്കി മാറ്റുകയും ചെയ്തു. എന്നിട്ട് സുഗ്രീവൻ ശ്രീരാമനോട് പറയുകയാണ് അല്ലെ, ശ്രീരാമൻ വന്ന് കണ്ടുമുട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷെ ഒരു നല്ലൊരു ആദ്യ സൽക്കാരം ശ്രീരാമന് കൊടുക്കാൻ ഇപ്പോൾ സുഗ്രീവന് കഴിഞ്ഞിട്ടില്ല. കാരണം സുഗ്രീവന് പേടിച്ചാണ് കഴിയുന്നത്, ബാലിയെ പേടിച്ചിട്ടാണ്. ഇപ്പോൾ രാജ്യവും കിട്ടി, എല്ലാം കിട്ടിയപ്പോൾ സുഗ്രീവൻ പറയുകയാണ്, നമുക്കൊന്ന് കൂടാം അല്ലെ, നമുക്ക് എന്റെ സൽക്കാരത്തിൽ പങ്കുചേർന്നിട്ട് നമുക്ക് പോകാമെന്ന് ഒരു പാർട്ടിയെല്ലാം ആക്കാം രാത്രി, എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ശ്രീരാമൻ അത് നിരസിക്കുകയാണ്. ഇപ്പോൾ എന്റെ പക്ഷെ വനവാസമാണ് അല്ലെ, വനവാസത്തിൽ വേറൊരു രാജ്യത്ത് പോവുകയോ അതിൽ ഒരു നല്ല സ്ഥലങ്ങളിൽ പങ്കെടുക്കുവാൻ അവകാശമില്ല, അത് സന്യാസ ജീവിതമാണ്, അതുകൊണ്ട് ഇപ്പോഴൊന്നും വേണ്ട, നമുക്ക് സമയമാകുമ്പോൾ അതൊക്കെ നടത്താമെന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ അവിടെ നിന്ന് പിന്നെ പറയാണ് സുഗ്രീവനോട്, നീ ഭാര്യയെ പിരിഞ്ഞിട്ട് കുറെ കാലമായി അല്ലെ, കുറെ അനുഭവങ്ങളും കഥകളും ഒക്കെ ഭാര്യയോട് സംസാരിക്കാനുണ്ടാകും, അതൊക്കെ ചെയ്യുക എന്നും ഇവിടേക്ക് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് യാത്ര ചെയ്യാനാണ്. അപ്പോഴേക്ക് മഴക്കാലമായി അല്ലെ, മഴക്കാലത്ത് സീതാന്വേഷണം സാധ്യമല്ല. അപ്പോൾ ഈ മഴക്കാലം മാറട്ടെ, മിഥുനം, കർക്കിടകം, ചിങ്ങം ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കാർത്തിക മാസം, ചാതുർമാസമാണ്. അന്നേരം നമുക്ക് രാവണവധവും സീതാന്വേഷണവും ഒക്കെ നടത്താമെന്ന് പറയുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത്. അങ്ങനെ കാടിനടുത്ത് തന്നെ ഒരു ഗുഹയുണ്ട്, ഒരു വലിയ തിളങ്ങുന്ന രത്നക്കല്ലുകൾ പോലെ തിളങ്ങുന്ന ഒരു ഗുഹയായിരുന്നു അത്. അതിന്റെ ഉള്ളിലാണ് ഇനി ശ്രീരാമൻ താമസിക്കുന്നത്. ആ ഗുഹയുടെ അകത്ത് കഴിഞ്ഞാല് അവിടെ മഴ, കാറ്റ്, ചൂട്, തണുപ്പൊന്നുമില്ല, നല്ല സുന്ദരമായ സ്ഥലമാണത്. പിന്നെ അവിടെ ചുറ്റുപാടും വൃക്ഷങ്ങളും ഫലമൂലാദികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ശ്രീരാമൻ ഇനി അങ്ങോട്ട് ജീവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 3-4 മാസം ഇനി അവിടെ കഴിച്ചുകൂടും ശ്രീരാമൻ. ഇനി അടുത്തത് ക്രിയാമാർഗത്തെ പറ്റി ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. യോഗികൾ ചെയ്യുന്ന ക്രിയാമാർഗം അതെന്താണെന്ന് ലക്ഷ്മണൻ ശ്രീരാമനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആ ക്രിയാമാർഗോപദേശമാണ് അടുത്തത്. അതിവിടെ രാമായണത്തിൽ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, ഞാൻ അതിലും ചുരുക്കിയിട്ടാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏത് വർണ്ണത്തിൽപ്പെട്ടുള്ളവർക്കും രാമൻ പറയുകയാണ്, ഏത് വർണ്ണത്തിൽ, ഏത് ജാതിയിൽപ്പെട്ടുള്ളവർക്കും ബ്രാഹ്മണ്യത്വം സ്വീകരിക്കാമെന്നാണ് പറയുന്നത്, ബ്രാഹ്മണനായി തീരാമെന്നാണ് പറയുന്നത്. അതിനുള്ള അവസരം അവർക്കുണ്ട്. ബ്രാഹ്മണരാകുക എന്ന് പറഞ്ഞാൽ ആ കുലത്തിലേക്ക് പോകുക എന്നല്ല, അവരുടെ ആ സംസ്കാരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും അല്ലെ. അവർ സത്വഗുണമുള്ളവരാണ് അല്ലെ, ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാണെന്നവർ അല്ലെ, ദൈവികമായ ഒരു സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനവും പദവിയും ഒക്കെ നമ്മൾ നൽകുന്നത് അവരുടെ ആ സംസ്കാരം വിലയിരുത്തിക്കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പൂർണ്ണമായ ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് ആ പൂജ ചെയ്യാം, ക്രിയാമാർഗ പൂജ ചെയ്യാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ രൂപമില്ലെങ്കിൽ ഒരു വിഗ്രഹം എടുത്തു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സൂര്യനെയോ വെള്ളത്തിനെയോ ഒരു സമതലത്തെയോ ഏതെങ്കിലും ഒരു സ്ഥലം അതിനെയോ, പിന്നെ താളഗ്രാമം എന്ന് പറയുന്നുണ്ട്, അത് വിഷ്ണുവിനെ ആവാഹിച്ച സ്ഥലം, അങ്ങനെയുള്ള ഏതൊരു നല്ലൊരു ശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് അതിനെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ആ പൂജ ചെയ്യാം. പിന്നെ മന്ത്രങ്ങൾ ഒരുപാട്, ഓരോരോ ദേവനും ഓരോരോ മൂലമന്ത്രങ്ങളുണ്ട്. അത്
ഉരുവിട്ടുകൊണ്ട് അല്ലെ, ഉരുവിട്ടുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദേഹശുദ്ധിയോടെ അല്ല ആത്മാർത്ഥതയോടെ സത്യസന്ധമായ ഭക്തിയോടെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ പൂജയുടെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. ഭഗവാനെ ആചാരനാക്കിക്കൊണ്ട് അല്ലെ, രാമനെ ഒരു ഭഗവാനെ ആചാര്യം വേണം ഏതൊരു കാര്യങ്ങൾ നടക്കും പൂജ ചെയ്യുമ്പോൾ ആ ഭഗവാനെ ആചാരനാക്കിക്കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ ക്രിയായോഗം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, വാസത്തിനുള്ള സുഖം കിട്ടുമെന്നാണ് രാമൻ പറയുന്നത്. അത് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് പറയില്ല, അങ്ങനെ നമ്മളെ പോലെയുള്ളവർ അവരും ദുഃഖിക്കേണ്ട എന്നാണ് രാമൻ പറയുന്നത്. അങ്ങനെ ആ ഭഗവാൻ ഉപദേശിച്ചു തന്ന ആ ഉപദേശം കേൾക്കുക, പഠിക്കുക, അത് ഉൾക്കൊള്ളുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് ചെയ്താൽ തന്നെയും, അത് പാരായണം ചെയ്യുക, അത് ചെയ്താൽ തന്നെയും നമുക്ക് ആ നിത്യപൂജാഫലം കിട്ടുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അല്ലെ. പിന്നെ അടുത്തത് ഹനുമാൻ സുഗ്രീവ സംവാദമാണ് അല്ലെ. ഇപ്പോൾ സുഗ്രീവൻ രാജാവാണ് അല്ലെ, ചാതുർമാസം വന്നു, സുഗ്രീവൻ ഇതൊന്നും അറിയുന്നില്ല. ആ സുഖലോകവിധയിൽ അല്ലെ മദ്യാസക്തനായി സുഗ്രീവൻ ഇങ്ങനെ രാജ്യത്ത് ഇങ്ങനെ കഴിയുകയാണ് അല്ലെ. പഴയ കാര്യങ്ങളൊക്കെ ആ ഒരു പ്രത്യുപകാരം മറന്നുപ്പോ സുഗ്രീവൻ അല്ലെ. രാമനോട് പറഞ്ഞിട്ടുണ്ടല്ലേ സീതാന്വേഷണത്തിന് ഞാൻ സഹായിക്കാം, ബാലിയെ കൊന്നു കഴിഞ്ഞാൽ എല്ലാം ഏറ്റെടുക്കാൻ പറഞ്ഞ സുഗ്രീവൻ എല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെ ഉന്മത്തനായി കഴിയുമ്പോൾ കഴിയാണ്. അപ്പോൾ ഹനുമാനാണ് സുഗ്രീവന്റെ മന്ത്രി അല്ലെ. ഒരു മന്ത്രിയുടെ ഉപദേശം ഇപ്പോൾ ആവശ്യമാണല്ലേ. ഉത്തരവാദിത്വത്തിലേക്ക് മറന്നു കഴിഞ്ഞാൽ അതിന് ഓർമ്മിപ്പിക്കേണ്ട ചുമതല എപ്പോഴും മന്ത്രിക്കാണ് അല്ലെ. അങ്ങനെ ആ മന്ത്രിയായ ഹനുമാൻ പോവുകയാണ് സുഗ്രീവന്റെ അടുത്തേക്ക്. അപ്പൊ മന്ത്രി എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ ഭർത്താവ് രാജാവാണെങ്കിൽ ഭാര്യയാണ് മന്ത്രി അല്ലെ. കാര്യേഷു മന്ത്രി എന്നാണ് ഭാര്യയെ പറയുന്നത് അല്ലെ. ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുന്നത് എപ്പോഴും ഭാര്യമാരാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ആ മന്ത്രി ഹനുമാൻ സുഗ്രീവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ചിതോപദേശം നൽകുകയാണ് അല്ലെ. ഇത് സത്യമായ ഒരു നല്ലൊരു കാര്യം പറയുകയാണ് അല്ലെ. പുരുഷോത്തമനായ ശ്രീ രഘുത്തമൻ ശ്രീരാമദേവൻ ബാലിയെ നിഗ്രഹിച്ചുകൊണ്ട് എനിക്ക് രാജ്യവും ഭാര്യയും ഒക്കെ നേടിത്തന്നു. നീ ആ പ്രത്യുപകാരം മറന്നു പോയിരിക്കുകയാണ് അല്ലെ. നീ മധ്യാസക്തിയിൽ അതിൽ ലയിച്ചപ്പോൾ എല്ലാം കിട്ടിയപ്പോൾ നീ പറഞ്ഞ ആ കാര്യങ്ങൾ നീ ഇപ്പോൾ മറന്നിരിക്കുകയാണ് അല്ലെ. നിനക്ക് വേണ്ടിയിട്ടാണ് ബാലിയെ കൊന്നത് അല്ലെ. ബാലി രാമനോട് ഒന്നും തന്നെ ചെയ്തില്ല, ഒരു ശത്രുതയും ഉണ്ടായിരുന്നില്ല അല്ലെ. രാമന് ഒന്നും ചെയ്യാത്ത ബാലിയെ രാമൻ നിഗ്രഹിച്ചു. രാമൻ ഒരു കൊലയാളിയായി മാറിയത് സുഗ്രീവന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രാമൻ നൽകിയ ആ ഉപകാരം തിരിച്ചു നൽകാമെന്ന ഉപകാരം നീ എന്തുകൊണ്ട് മറഞ്ഞു? എന്നിട്ട് പറയുകയാണ്, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ശത്രുവിനൊക്കുമേ ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് അങ്ങനെയുള്ള പുരുഷൻ ജീവിച്ചിട്ട് ഇനി ഒരു കാര്യവുമില്ല, അവൻ ചത്ത പോലെയാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴാണ് സുഗ്രീവന് ബോധം വരുന്നത്. അവൾ പറയുകയാണ്, ആ വാനര സൈന്യത്തെ ആരെവിടെ 4 ദിക്കിലേക്കും അയക്കൂ, 10 ദിക്കിലേക്കും അയക്കൂ. എന്നിട്ട് സീതയെ പറ്റിയിട്ട് വിവരം കൊണ്ടുവരാത്തവന്റെ തലയെ വിട്ടു എന്നൊക്കെ പറയാൻ തുടങ്ങി അല്ലെ. സുഗ്രീവന് ഉഷാറായിപ്പോ ആ ഒരു ഉപദേശം കേട്ടപ്പോൾ ഹനുമാന്റെ അല്ലെ. ശ്രീരാമൻ ഇതൊന്നും അറിയില്ല. ശ്രീരാമൻ സുഗ്രീവന്റെ ഇത് ഇപ്പോൾ ഇവിടെ ഓർഡർ കൊടുത്തു കുറെ, അതൊന്നും രാമൻ അറിയുന്നില്ല. രാമൻ കാട്ടിലാണ്, കുറച്ച് ദൂരെയാണ്. അപ്പോൾ രാമൻ ആ വിരഹ ദുഃഖത്തിൽ സീതയെ കാണാത്ത ദുഃഖമുണ്ട്, സുഗ്രീവനെ ഇതിനൊന്നും മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള ദുഃഖവും കൊണ്ട് ഇങ്ങനെ അവിടെ അങ്ങനെ കഴിയുകയാണ്. ലക്ഷ്മണനോട് പറഞ്ഞ് കരയുകയാണ് അല്ലെ. രാമനും സുഗ്രീവനും ഒരു സമയത്ത് തുല്യ ദുഃഖിതരായിരുന്നു. രണ്ടാളെ പെണ്ണും നഷ്ടപ്പെട്ടതായിരുന്നു അല്ലെ. അങ്ങനെയുള്ളപ്പോ സുഗ്രീവനെ ഇപ്പോൾ പെണ്ണും കിട്ടി, രാജ്യവും കിട്ടി, എല്ലാം കിട്ടി. രാമന്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല അല്ലെ. ഇയാളുടെ ഭാര്യ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ, സീത ജീവിച്ചിരിപ്പുണ്ടോ എന്നപോലെ തന്നെ സംശയമാണ്. അപ്പോൾ ആ ദുഃഖത്തിലേക്ക് ഇങ്ങനെ ഇപ്പൊ രാമന് കൂടുതൽ ദുഃഖമായി അല്ലെ. ഈ മഴയും അതൊക്കെ കാണുമ്പോൾ സീതയുടെ ആ നഷ്ടം അധികം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അല്ലെ. അപ്പോ ലക്ഷ്മണനോട് പറയുകയാണ്, സീതയെ പറ്റി പറഞ്ഞിട്ട് കരയുകയാണ്. ലക്ഷ്മണൻ ഇവിടെ തന്റെ പൃഥുതുല്യനായ ജ്യേഷ്ഠനെ ലക്ഷ്മണൻ അങ്ങോട്ട് ഉപദേശിക്കുകയാണ്. എന്താ ജ്യേഷ്ഠ ഇങ്ങനെയൊക്കെ, അങ്ങ് എല്ലാരെയും ഉപദേശിക്കുന്നത് കണ്ടു അല്ലെ. ലക്ഷ്മണന്റെ മുമ്പിൽ വെച്ചാണ് ഓരോരോ ആൾക്കും ഉപദേശം കൊടുത്തുകൊണ്ട് വന്ന രാമൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്? സീതാദേവിയെ നഷ്ടപ്പെട്ടില്ല, നമുക്ക് വീണ്ടെടുക്കാം, അതിന് നമുക്ക് കഴിയും. അതിന് ചേട്ടൻ ഇതിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് അല്ലെ. എല്ലാരും ഉപദേശിക്കുന്ന ചേട്ടൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇതായി പോകുന്നത് എന്ന് പറയുന്നു. ശരിയാണല്ലേ പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും പല സമയത്തും പലരെ ആശ്വസിപ്പിക്കാറുണ്ട്, സമാധാനിപ്പിക്കാറുണ്ട് അല്ലെ. നല്ല നല്ല ഉപദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ആ പ്രതിസന്ധിയിൽ പെടുമ്പോൾ നമ്മൾ പലപ്പോഴും താഴ്ന്നു പോകാറുണ്ട് അല്ലെ. ഇതാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് അല്ലെ. ശ്രീരാമന്റെ ഈ ദുഃഖം ഓരോ മനുഷ്യന്റെയും ദുഃഖമാണ് എടുത്തു കാണിക്കുന്നത് അല്ലെ. ശ്രീരാമന്റെ ദുഃഖമല്ല ഇവിടെയില്ല, മനുഷ്യന്മാരെല്ലാം ഇങ്ങനെയാണ് അല്ലെ. അവർ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നതിന്റെ ആഴം എത്രയുണ്ടെന്ന്. അപ്പൊ ശ്രീരാമനിലൂടെ നമുക്ക് ലോകത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് ആ ദുഃഖം, ഓരോ മനുഷ്യന്റെയും ദുഃഖം.
ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും എളുപ്പമാണ്. പക്ഷെ അത് ആ പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ ഗൗരവത്തോടെ കാണാൻ, അതിനെ നേരിടാനുള്ള ഒരു ശക്തി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെ. അങ്ങനെ പിന്നീട് പറയുകയാണ് സുഗ്രീവൻ അപ്രത്യുപകാരം മറന്നു. സുഗ്രീവൻ ഇപ്പോൾ ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നേ ഇല്ല എന്നും ആ സീത അന്വേഷണത്തെ പറ്റിയുള്ള എല്ലാ കാര്യവും മറന്നിരിക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി പറയുകയാണ് ലക്ഷ്മണനോട്. അപ്പൊ ലക്ഷ്മണൻ പറയുകയാണ്, ലക്ഷ്മണന് ദേഷ്യം വന്നു, കോപം വന്നു, ഞാനിപ്പോൾ തന്നെ പോയിട്ട് അല്ലെ അമ്പും വില്ലും എടുത്തിട്ട് അല്ലെ വാനര സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കും ഞാൻ, എല്ലാം കൊല്ലുന്ന പറയുകയാണ്. സുഗ്രീവനെ വേണമെങ്കിൽ ഞാൻ കൊല്ലും പറയുമ്പോ രാമൻ പറയുകയാണ്, ദേഷ്യം വിട്ട് തൽക്കാലം ദേഷ്യം വേണ്ട, സുഗ്രീവനെ ഒന്നും ചെയ്യേണ്ട, അദ്ദേഹത്തിനെ കൊല്ലേണ്ട ഒരു ആവശ്യമില്ല. സുഗ്രീവൻ സഖിയാണ്, എന്റെ സഖാവാണ് സുഗ്രീവൻ. എന്റെ സഖാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആ സഖാവല്ല കേട്ടോ, കൂട്ടുകാരൻ എന്ന അർത്ഥത്തിൽ എന്റെ കൂട്ടുകാരനാണ് സുഗ്രീവൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്യേണ്ട, ഒന്ന് ഭയപ്പെടുത്തുക മാത്രം മതി. പോയി ചെന്നിട്ടൊന്ന് ഭയപ്പെടുത്തുക. എങ്ങനെയാണ് ഭയപ്പെടുത്തേണ്ടത്? ബാലിയെ കൊന്ന ആ അമ്പ് എന്റെ ആവനാഴിയിലേക്ക് ബാലിയെ വധിച്ചതിനു ശേഷം എന്റെ ആവനാഴിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അത് അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട് അല്ലെ. ബാലിയുടെ വധം, ആ അമ്പിന്റെ ശക്തി നേരിട്ട് കണ്ടവനാണ് സുഗ്രീവൻ. അതുകൊണ്ട് സുഗ്രീവനെ മനസ്സിലാവും അതിന്റെ ശക്തി എത്രയുണ്ടെന്ന് എന്നുള്ളത്. അങ്ങനെ അത് പോയിട്ട് പറയാൻ വേണ്ടിയിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്. അപ്പോൾ സുഗ്രീവന് മനസ്സിലാവും ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ശക്തി. പക്ഷെ സുഗ്രീവൻ അവിടെ നിന്നുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്, അത് രാമൻ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ലക്ഷ്മണനോട്. അങ്ങനെ ലക്ഷ്മണൻ പുറപ്പെട്ട് പോവുകയാണ്. ലക്ഷ്മണന്റെ പുറപ്പാട് കോപാകുലനായി രോഷാകുലനായിട്ട് അല്ലെ, അക്രസൈന്യം ലക്ഷ്മണനെ കണ്ടപ്പോൾ ഇങ്ങനെ പേടിച്ചിട്ട് ഓടുകയാണ്. അങ്കദൻ ഓടി വന്നിട്ട് ലക്ഷ്മണന്റെ കാൽക്കൽ നമസ്കരിക്കുകയാണ്. അങ്കദനോട് യാതൊരു ദേഷ്യവുമില്ല ലക്ഷ്മണന്, സുഗ്രീവനോടെ ദേഷ്യമുള്ളൂ. അതുവരെയാണ് ഇന്ന് ഇവിടെ വായിച്ചത്. ഇതുവരെയുള്ള സാരാംശം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എനിക്കൊരു നല്ലൊരു അവസരം തന്നു, എനിക്കൊരു താരോപദേശവും ക്രിയോപദേശവും ഒക്കെ എനിക്ക് പറയാൻ ഇന്നൊരു അവസരം തന്നതിന് വളരെയധികം നന്ദി ഞാൻ ഗിരിജയ്ക്കയോട് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരിയും. ഇന്നത്തെ പാരായണവും സാരാംശവും ഒക്കെ ഇവിടെ പൂർത്തിയായി. എല്ലാവരും വളരെ ഭംഗിയായി പാരായണം നിർവഹിച്ചു. അക്കമാർക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. യുടെ സാരാംശത്തിലൂടെ രാമായണ സന്ദേശങ്ങള്, ശ്രീരാമന്റെ മഹത്വം ഓരോരുത്തരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ളതായിരുന്നു. അക്ക പറഞ്ഞ പോലെ നമുക്ക് വർത്തമാനകാലം സന്തോഷപ്രദമാക്കാം അല്ലേ. അക്കയ്ക്ക് എൻ്റെ പേരിലും സമിതിയുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാമായണ ദിനങ്ങള് വൈവിധ്യമാർന്ന പരിപാടികളോടെ സമ്പന്നമാക്കിക്കൊണ്ട് ഇതിന് സാരഥ്യം വഹിക്കുന്ന ഗിരിജാക്കയ്ക്കും പിന്നണിയിലുള്ള രമാക്കയ്ക്കും സാങ്കേതിക വിദഗ്ധയായ സുനൈനക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം SPYSSലെ പ്രമുഖരായ ഗോപണ്ണനും ഗിരിജാക്കക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ യോഗ ബന്ധുക്കൾക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഇതിന് അവസരം നൽകിയ ഗിരിജാക്കയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇനി ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവർക്കും നിവർന്നിരിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി
ശാന്തി. ഹരി ഓം.